മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ളൊരു യാത്ര അതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആണെന്ന് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. എന്നാൽ മസനഗുഡി വഴി മോയാറും ശിങ്കാരം നിങ്ങൾ പോയിട്ടുണ്ടോ? അങ്ങനെ പോയിട്ടില്ലാത്തവർക്ക് ആ കാടിൻ്റെ എക്സ്പീരിയൻസ് എന്താണ് അതിൻ്റെ ഭംഗി, പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആനിമൽ സൈറ്റിങ്സ് ഉണ്ടോ, അങ്ങനെ രാവിലെയും വൈകിട്ടും ഈ കാട് കയറുമ്പോൾ കാണുന്ന ഒരുപാട് നല്ല കാഴ്ചകളും പിന്നെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ബഡ്ജറ്റായിട്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു സ്റ്റേ കിട്ടുമെന്നുള്ളത്. എന്നാൽ അങ്ങനത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് സ്റ്റേയും ഇനി ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കുറച്ചും കൂടെ നല്ല ഫെസിലിറ്റീസ് താമസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻസും കൂടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പരിചയപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഗൂഡല്ലൂർ വഴി നമ്മൾ മുതുമല ടൈഗർ റിസർവിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കാണുന്ന ഒരു കവാടം ഇതേ രൂപത്തിലായിരിക്കും. അങ്ങനെ ഫോറസ്റ്റ് ഡ്രൈവ് തുടങ്ങിയ ഉടനെ ഇതുപോലത്തെ ഒരു പുള്ളിമാൻ്റെ സൈറ്റിങ്ങോട് കൂടിയാണ് നമ്മളത് ആരംഭിച്ചത്. പിന്നെ കുറച്ച് നേരം ആ ഒരു ഫോറസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും നമുക്ക് അടുത്ത സൈറ്റിംഗ് ആയ മയിലിൻ്റെ ഒരു നല്ലൊരു ക്ലോസ് ഷോട്ടാണ് പിന്നെ കിട്ടിയത്. അങ്ങനെ മയിലിനെയും പുള്ളിമാനൊക്കെ നമുക്ക് ഒരുവിധം എല്ലായിടത്തും ഈ ഒരു കാട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണാൻ പറ്റും. ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നത് വൈകുന്നേരം സമയമാണ്, അതായത് ഒരു 5:30 സമയമാകുമ്പോൾ നമുക്ക് ആ ഒരു ഗോൾഡൻ ഹവറിൻ്റെ ലൈറ്റിംഗ് ഒക്കെ കാട്ടിലെ നല്ലൊരു വിഷ്വൽ ബ്യൂട്ടി തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ നേരെ തെപ്പക്കാടുള്ള അഭയാരണ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഫോറസ്റ്റിൻ്റെ ഒരു ഗവൺമെൻറ് സ്റ്റേ ആണ്. അപ്പോൾ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെയാണ് മസനഗുഡി വഴി നേരെ മോയാറും ശിങ്കാരം ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഭയാരണ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ സ്റ്റേയിലേക്ക് പോകുമ്പോൾ കാണുന്ന കുറച്ച് കാഴ്ചകളാണ്. ഇതുപോലത്തെ തെപ്പക്കാട് ഫോറസ്റ്റിൻ്റെ ഒരുപാട് നല്ല ഒരു വിഷ്വൽ ബ്യൂട്ടി നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഡ്രൈ സീസൺ ആയിട്ടും കൂടെ നമുക്ക് ആ കാടിൻ്റെ ഭംഗി നല്ല രീതിയിൽ വേറൊരു തരത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സത്യാവസ്ഥ. തെപ്പക്കാട് എലിഫൻറ്റ് ക്യാമ്പാണ് ആ കാണുന്നത്. ഇവിടെ നമ്മൾ ആനകളെ പരിചരിക്കുന്നതും കുളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതൊക്കെ നമുക്കൊരു എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് നമുക്കത് കാണാനുള്ളൊരു അവസരം കൂടെ ഇവിടെ കിട്ടുന്നുണ്ട്. എലിഫൻറ്റ് ക്യാമ്പ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് തെപ്പക്കാടുള്ള റിസപ്ഷൻ സെൻറ്റർ വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു ജംഗ്ഷനിലായിരിക്കും നമ്മൾ ആദ്യം എത്തുന്നത്. ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാലാണ് മസനഗുഡി, നേരെ പോയി കഴിഞ്ഞാൽ ബന്ദിപ്പൂർ മൈസൂർ റൂട്ട്. ഇതിൽ ലെഫ്റ്റിലേക്ക് ഒരു കോൺക്രീറ്റ് റോഡ് കാണാം. ആ റോഡ് കയറി കഴിഞ്ഞാലാണ് ഇവിടുത്തെ റിസപ്ഷൻ സെൻറ്ററിലെത്തിയിട്ട് നമ്മൾ ഏത് സ്റ്റേ ബുക്ക് ചെയ്താലും ആദ്യം റിപ്പോർട്ട് ചെയ്യേണ്ട സ്പോട്ട്. അപ്പോൾ ഇവിടെ വന്ന് നമ്മളുടെ ID പ്രൂഫും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളുടെ ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് മേടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്പോട്ട് ഏതാണോ അങ്ങോട്ടേക്ക് പോകാൻ. അങ്ങനെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വണ്ടി എടുത്ത് വീണ്ടും വന്ന വഴി തിരിച്ചു പോകുകയാണ്. ഇപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ നേരെ പോയി കഴിഞ്ഞാലാണ് മസനഗുഡി. പക്ഷേ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തിട്ടുള്ള അഭയാരണ്യം എന്ന് പറഞ്ഞ സ്റ്റേ നിൽക്കുന്നത് നമ്മളിപ്പോൾ വന്ന വഴി ഏതാണോ ആ വഴിനെ തിരിച്ചു പോകണം. അതായത് ഒരു 6 കിലോമീറ്ററോളം തിരിച്ചു പോകുമ്പോഴാണ് നമുക്ക് ആ സ്റ്റേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ആ കോട്ടേജ് കാണെങ്കിലും കൂടെ അവിടേക്ക് കയറി ചെക്ക് ഇൻ ചെയ്യാൻ നോക്കരുത്. നമ്മൾ ആദ്യം ഇവിടെ വന്ന് ആ സ്ലിപ്പ് വാങ്ങിയിട്ട് തിരിച്ചു പോയിട്ടേ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വന്ന വഴി ഒരു 6-7 കിലോമീറ്ററോളം കുറച്ച് ബാക്കോട്ട് പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബോർഡ് കാണാം. ഒരു വലിയ ബോർഡാണ് അഭയാരണ്യം എന്ന് പറഞ്ഞത്. ആ കാണുന്ന പോലത്തെ ഒരു ബോർഡ് കാണാം. അവിടുന്ന് റൈറ്റിലേക്ക് ഒരു ടാറിട്ട റോഡ് കാണാം. ആ വഴി നേരെ ചെന്നെത്തുന്നത് നമ്മളുടെ ആ ഒരു കോട്ടേജിലേക്കാണ്. 2360 രൂപയാണ് 2 പേർക്ക് ഇത് ബുക്ക് ചെയ്യാൻ വരുന്ന ചാർജ്. അതിനകത്ത് ഫുഡൊന്നും ഉണ്ടാവില്ല. ഭക്ഷണമൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി പറഞ്ഞാൽ അവരത് ഉണ്ടാക്കി തരും. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ അവിടെ തന്നെ കൊടുത്താൽ മതി. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കാടിനകത്ത് സ്റ്റേ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് ഇന്ന് ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്ന അഭയാരണ്യം എന്ന് പറയുന്ന ആ ഒരു ഗവൺമെൻറ് സ്റ്റേ. ഇവിടെ ടോട്ടലി 2 കോട്ടേജുകളായിട്ട് പല റൂംസാണ് ഓരോ കോട്ടേജിലുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മുകളിലത്തെ റൂംസ് എടുക്കുമ്പോൾ നമുക്ക് റേറ്റ് ഇത്തിരി കൂടുതലാണ്. കാരണം അതിന് സെപ്പറേറ്റ് ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിന് 4600 അത്ര കണ്ട് റേഞ്ചിലേക്കും വരുന്നത്. നേരെ മറിച്ച് താഴത്തെ ഒരു റൂം സെറ്റപ്പ്, നമുക്ക് ബാൽക്കണി ഒന്നും ഉണ്ടാവില്ല, നോർമൽ ഒരു റൂം സെറ്റപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 2360 രൂപയാണ് 2 പേർക്ക് വരുന്ന ചാർജ്. നമ്മുടെ വണ്ടിയൊക്കെ ഈ കോട്ടേജിൻ്റെ മുമ്പിൽ തന്നെ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ഇനി റൂമിൻ്റെ അകത്തേക്ക് വന്നാൽ അത്യാവശ്യം തിരക്കില്ലാത്തൊരു നല്ല ഡീസൻറ്റ് റൂം നമുക്ക് കിട്ടുന്നുണ്ട്.
കൂടാതെ നമുക്ക് വാഷ്റൂം ആയാലും നല്ല സ്പേഷ്യസ് ആണ്, നല്ല കുഴപ്പമില്ലാത്തൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു വൃത്തിയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സാധാരണ രീതിയിൽ ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുമ്പിൽ തന്നെ വൈൽഡ് ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റേണ്ടതാണ്. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഭാഗ്യമൊന്നും ഉണ്ടായില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയെങ്കിലും കൂടെ നമുക്ക് വേറെ ആനിമൽസൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ നേരെ മസനഗുഡിയിലേക്കുള്ള യാത്ര പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ തന്നെ ആരംഭിച്ചു. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. കാട് കാണാനും ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങളിവിടെ തുടങ്ങിയത്. ആ തുടക്കത്തിൽ തന്നെ ആ ഒരു മയിലിനെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന തൊട്ട് സൈഡിൽ തന്നെ സ്പോട്ട് ചെയ്യാൻ പറ്റിയത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് പുള്ളിമാനുകളുടെ കൂട്ടങ്ങളെയും കണ്ടു. അപ്പോൾ അവരുടെ കുറച്ച് ആക്ടിവിറ്റീസും കണ്ട് നല്ല ഫ്രഷ് ആംബിയൻസിൽ ആ ഒരു ഫോറസ്റ്റിലേക്ക് അതിരാവിലെ തന്നെ കയറിയപ്പോൾ നല്ല രസമായിരുന്നു ആ ഒരു ഡ്രൈവ്. ആ ഒരു ക്ലൈമറ്റും തണുത്ത കാറ്റും ആ ഒരു ഫോറസ്റ്റിൻ്റെ ആ ഒരു ചെറിയൊരു മിസ്റ്റി നിൽക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ നല്ല വെൽക്കമിങ് ആയിരുന്നു. റോഡ് സൈഡിൽ തന്നെ ഒരു കാട്ടുപോത്തിനെ കണ്ടപ്പോൾ വണ്ടി നിർത്തി. അങ്ങനെ കുറച്ച് നേരം അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു യമണ്ട സാധനം വേറെ പാസ് ചെയ്ത് പോകുന്നത് കണ്ടത്. അപ്പോൾ തുടക്കം തന്നെ അത്യാവശ്യം നല്ല സ്പോട്ടിങ് കിട്ടിയോണ്ട് തന്നെ ഭയങ്കര എനർജറ്റിക് ആയിട്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ആ ഒരു യാത്ര തുടങ്ങിയത്. അങ്ങനെ നമ്മളിതാ ഈ തെപ്പക്കാട് ജംഗ്ഷനിലെത്തും. അപ്പോൾ ഇന്നലെ ഇവിടെ നമ്മൾ എത്തിയെങ്കിലും കൂടെ ഇവിടെ നിന്ന് പിന്നെ മസനഗുഡി റൂട്ടല്ല നമ്മൾ പോയത്, തിരിച്ച് ഇപ്പോൾ വന്ന വഴി തന്നെ പോയിട്ടാണ് സ്റ്റേ ചെയ്തതെങ്കിലും കൂടെ ഇന്നിപ്പോൾ നമ്മൾ മസനഗുഡിക്ക് പോകുമ്പോൾ ഇതേപോലത്തെ പാലം കയറിയിട്ട് വേണം നമ്മൾ ആ യാത്ര ആരംഭിക്കാൻ. പക്ഷേ ആ പാലം ഇറങ്ങിയ ഉടനെ നമുക്ക് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഫോറസ്റ്റിൻ്റെ മറ്റൊരു തരത്തിലുള്ളൊരു ഭംഗിയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കുറച്ച് നേരം നമുക്കൊന്ന് കണ്ടു നോക്കാം. സാധാരണ മഴക്കാലത്താണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഉണങ്ങിയ പുല്ലൊക്കെ നല്ല പച്ചപ്പി നിൽക്കുന്ന ഒരു വ്യൂ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഡ്രൈ ഫോറസ്റ്റ് ആയിട്ടും കൂടെ നമുക്ക് വേറൊരു തരത്തിലുള്ളൊരു ഭംഗി ഈ കാട് നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ളൊരു യാത്ര അതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നതിൻ്റെ റീസൺ തന്നെ ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഭംഗിയാണ്. അതും വെളുപ്പാൻ കാലത്താണ് നിങ്ങൾ ഈ കാട് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് വേറൊരു ലെവലാണ്. അങ്ങനെ മസനഗുഡി ചെക്ക് പോസ്റ്റിൻ്റെ ആ ഒരു പരിസരത്ത് നമ്മളെത്തും. അപ്പോൾ ഇവിടെയായിരുന്നു നമ്മൾ മുമ്പ് ഇ പാസ് ഒക്കെ എടുത്ത സമയത്ത് വാലിഡേറ്റ് ചെയ്ത് നമ്മളെ കടത്തി വിട്ടിരുന്നത്. നിലവിലിപ്പോൾ ഇ പാസിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടും തിരക്കില്ലാത്തതുകൊണ്ടൊക്കെ എനിക്ക് വേറെ ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ല, നേരെ ഈസി ആയിട്ട് തന്നെ കടന്ന് പോകാൻ പറ്റി. അങ്ങനെ മോയാർ ശിങ്കാരം കാണാൻ വേണ്ടി ഞാൻ ഇവിടുത്തെ ഒരു ലോക്കലിയുള്ളൊരു ജീപ്പാണ് ഹയർ ചെയ്തത്. 1200 രൂപയായിരുന്നു ആ ജീപ്പിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ ജീപ്പിലെ യാത്ര തുടങ്ങി നമ്മളിത് മസനഗുഡി ജംഗ്ഷനിലെത്തും. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ശിങ്കാര, അതായത് ആ കാറ് വരുന്ന സ്ഥലം കണ്ടില്ലേ, ഇനി ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാലാണ് മോയാർ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രാവിലെ മോയാറിലേക്ക് പോകാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മോയാർ റൂട്ടിൽ കയറിയപ്പോൾ മോയാർ റിവറാണ് ആ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ആ ഒരു ഡീപ്പ് ഫോറസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതേപോലത്തെ നല്ല നല്ല കാഴ്ചകളായിരിക്കും ആദ്യം കണ്ടു തുടങ്ങുന്നത്. ആ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ എൻ്റർ ചെയ്യുന്ന ആ ഒരു വിഷ്വൽ കണ്ട് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല ഓപ്പണായി കിടക്കുന്ന നല്ലൊരു ഫോറസ്റ്റ് ഏരിയ ആയിരിക്കും പിന്നീട് അങ്ങോട്ട് കാണാൻ പറ്റുന്നത്. ശരിക്കും മോയാറും ശിങ്കാരൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ജീപ്പ് ഹയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ശരിക്കും ആവശ്യമില്ല. നമ്മളുടെ സ്വന്തം വണ്ടിക്കും വരാം, കാരണം നല്ല റോഡാണ്. പക്ഷേ ഇടുങ്ങിയ റോഡായതുകൊണ്ട് ചില സമയത്ത് നമ്മൾ ആ റോട്ടിൽ നിന്ന് ഇറക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തിരി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണെങ്കിൽ ബെറ്ററാണ്. പക്ഷേ എന്നിരുന്നാലും ഒരുവിധം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ സ്വന്തം വാഹനത്തിൽ വന്നാൽ പോലും നമുക്ക് നല്ല രീതി തന്നെ ഈ കാർഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫസ്റ്റ് സൈറ്റിംഗ് കിട്ടിയത് ഇതുപോലത്തെ ഒരു കൂട്ടം വൾച്ചറിനെയാണ്. ഇതാണ് വൈറ്റ് റംപ്ഡ് വൾച്ചർ. പ്രധാനമായും ഇന്ത്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലാണ് ഇവരെ കാണാൻ പറ്റുക. ആ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു ജീപ്പ് ഡ്രൈവർ നമ്മളുടെ ജീപ്പ് ഡ്രൈവറോട് പറഞ്ഞത് അവിടെ കരടിനെ കാണാൻ പറ്റുന്നുള്ളത്. അങ്ങനെ നേരെ ജീപ്പ് എടുത്ത് പോയപ്പോഴേക്കും 5 മിനിറ്റുള്ളിൽ തന്നെ ആശാനെ നമ്മൾക്ക് കാണാൻ പറ്റി.
പൊതുവെ കാഴ്ചശക്തി കുറവായിട്ടുള്ള കരടി ഇങ്ങനെ കുനിഞ്ഞ് മണപ്പിച്ച് നടന്ന് അങ്ങനെ മണം സെൻസ് ചെയ്തിട്ടാണ് അവറ്റകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളും മറ്റുമൊക്കെ കണ്ടെത്തുന്നത്. അങ്ങനെ ഈ കാണുന്ന മരത്തിൽ കയറി ആ മരത്തിൻ്റെ മുകളിലൊരു കായ ഭക്ഷിക്കലാണ് ഇങ്ങേരുടെ പ്രധാന ഹോബി. അങ്ങനെ അത് കഴിഞ്ഞ ആശാൻ പയ്യെ താഴേക്ക് ഇറങ്ങി വീണ്ടും മണപ്പിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരത്തെ ആ ഒരു നടത്തവും കയറ്റൊക്കെ ആയപ്പോൾ ആളിത്തിരി ക്ഷീണിച്ചെന്ന് തോന്നുന്നു. കാരണം പിന്നീട് കണ്ട കാഴ്ച എന്ന് പറയുന്നത് ആളിങ്ങനെ സുഖമായിട്ട് കിടന്ന് കുറച്ച് വിശ്രമിച്ച് അനങ്ങാണ്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ നമ്മളും വലിയ ബുദ്ധിമുട്ടൊന്നും ആക്കാതെ പയ്യെ അവിടെ നിന്ന് ഞങ്ങളും ഇറങ്ങി. അപ്പോൾ നല്ലൊരു സൈറ്റിംഗ് ആയിരുന്നു കരടിയുടെ എനിക്ക് കിട്ടിയത്. ഇവിടെ ഒരു കൂട്ടം നീൽഗിരി ലങ്കൂറിനാണ് പിന്നെ കാണാൻ പറ്റിയത്. അപ്പോൾ അവരുടെ കുറച്ച് ആക്ഷൻസൊക്കെ കണ്ടതിന് ശേഷമാണ് പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിയത്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ഒരു പുള്ളിമാനെയും കാണാനിടയായി. മാഞ്ഞിൻ്റെ സൈഡിലാവട്ടെ ഒരു തിത്തിരി പക്ഷിയും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെയും കൂടി ഷൂട്ട് ചെയ്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് പോകുന്നത്. ശരിക്കും മസനഗുഡി വരുമ്പോൾ മോയാർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഞാൻ ഈ മോയാറിനെ പറ്റി അറിഞ്ഞത് നമ്മളുടെ ന്യൂട്ടൺ വ്ളോഗ്സിൻ്റെ സുഹൃത്തായ സാമിൻ്റെ ആ ഒരു ചാനൽ വഴിയാണ്. ശരിക്കും മസനഗുഡി വന്നു കഴിഞ്ഞാൽ മോയാർ എന്ന് പറഞ്ഞ സ്ഥലം മിസ് ചെയ്യാൻ പാടില്ല എന്ന് ശരിക്കും തെളിയിക്കും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം അത്രമാത്രം ബ്യൂട്ടിയാണ് ഈ ഒരു ഫോറസ്റ്റും അത്ര നല്ല സൈറ്റിങ്സുമാണ് കിട്ടുന്നത്. അത് വലിയ ഉറപ്പൊന്നുമില്ല, എപ്പോഴും കിട്ടണമെന്നൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും ഭാഗ്യമുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം സാംബ്രോനോട് വലിയ താങ്ക്സാണ് ഞാൻ പറയുന്നത്. ആ ബസ് വരുന്ന ഒരു ഫ്രെയിം ഉണ്ടല്ലേ മരത്തിൻ്റെ താഴെ കൂടെ, അപ്പോൾ ആ ഒരു ഫ്രെയിം നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും ഇവിടെയാണ് നമുക്ക് ഇറങ്ങി നിൽക്കാനുള്ള പെർമിഷൻ ഉള്ളത്. ഈ കാണുന്നതാണ് മോയാർ ഡാം. പക്ഷേ പ്രത്യേകിച്ച് അങ്ങനെ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലാത്തതുകൊണ്ടും ഞാൻ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല. വണ്ടി നേരെ തിരിച്ച് സിംഗാര എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥലം കാണാൻ വേണ്ടി യാത്ര തുടങ്ങി. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള വേറിട്ട കാഴ്ചകൾ തരുന്ന പല രീതിയിലുള്ള ഒരുപാട് ബേഡ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ പോകുന്ന വഴി ദൂരെ ഒരു കാട്ട് പന്നി നിൽക്കുന്നത് കണ്ടു. അതിൻ്റെ തൊട്ടപ്പുറത്തായി തന്നെ ഒരു സാമ്പാർ ഡിയറിൻ്റെ നല്ലൊരു സ്പോട്ടിങ്ങാണ് കിട്ടിയത്. പിന്നെ ധാരാളം മയിലിനെ കാണാൻ പറ്റുമെങ്കിലും ഇത്ര അടുത്തുനിന്ന് കണ്ടപ്പോൾ ഒന്നും കൂടി ഷൂട്ട് ചെയ്ത് നോക്കി. കാരണം കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് മയിലിനൊന്ന് കാണാനൊന്ന് നോക്കി. അപ്പോൾ പുള്ളിക്കാർ നോക്കുന്ന ആ ഒരു രീതി കണ്ടില്ലേ, തലയൊക്കെ ഇങ്ങനെ വെട്ടിച്ച് അങ്ങനെ അതിൻ്റെ ആക്ഷൻസ് കുറച്ച് നേരം നോക്കി നിന്നിട്ടാണ് പിന്നെ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ നേരത്തെ യാത്ര തുടങ്ങിയപ്പോൾ ലെഫ്റ്റാണ് ഇവിടെ നിന്ന് പോയത്. അപ്പോഴാണ് മോയാർ എത്തുന്നത്. ഇനി ആ കാറ് വന്ന ഡയറക്ഷൻ പറഞ്ഞില്ല ഞാൻ നേരത്തെ, അവിടേക്കാണ് സിംഗാര എന്ന് പറഞ്ഞ മറ്റു സ്ഥലത്തേക്ക് പോകേണ്ടത്. അപ്പോൾ ആ റൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന കാഴ്ച ഈ രൂപത്തിലായിരിക്കും. പക്ഷേ സിംഗാരയിൽ എനിക്ക് കാര്യമായിട്ടുള്ള സ്പോട്ടിംഗ് ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ എന്നിരുന്നാലും വന്നു കഴിഞ്ഞാൽ ആരും മിസ് ചെയ്യരുത്. കാരണം വേറൊരു രീതിയിൽ ഭാഗ്യമുണ്ടെങ്കിൽ ലെപ്പേഡിനെ വരെ കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സിംഗാര. നീൽഗിരി ഹിൽസിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് ഒരുപാട് ഓപ്പൺ സ്പേസുകളുള്ളൊരു ഫോറസ്റ്റാണ് സിംഗാര എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പോട്ടിംഗ് ഉള്ള സമയത്ത് നല്ല വൃത്തിക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് സിംഗാര എന്ന് പറഞ്ഞ റൂട്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. കാടിൻ്റെ കുറേ ഭംഗി കണ്ട് നമ്മളെത്തുന്നത് പിന്നെ ഒരു കോഫി പ്ലാന്റേഷൻ്റെ ഉള്ളിലേക്കുള്ളൊരു യാത്രയാണ്. ആ കോഫി പ്ലാന്റേഷൻ്റെ ഭംഗിയായാലും എടുത്ത് പറയേണ്ടതാണ്. ഇൻ കേസ് നമുക്ക് ആ ഒരു ആനിമൽ സ്പോട്ടിംഗ് കിട്ടില്ലെങ്കിലും ഈ റൂട്ട് നമുക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇനി
ഇനി എന്തെങ്കിലും ലെപ്പേർഡ് മരത്തിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം മരത്തിൻ്റെ മുകളിലേക്കൊക്കെ നോക്കി പോയെങ്കിലും വലിയ ഭാഗ്യമൊന്നും ഉണ്ടായില്ല. അങ്ങനെ കാര്യമായിട്ടുള്ള സ്പോട്ടിംഗ് ഒന്നും ഇല്ലാതെ തന്നെ തിരിച്ചുവിടുന്ന് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് സാമ്പാർ ഡിയറിന് മാത്രമായിട്ടൊരു സ്പോട്ടിംഗ് എനിക്ക് സിംഗാര ഭാഗത്ത് കാണാൻ പറ്റിയത്. അങ്ങനെ സമയം വൈകുന്നേരം ആയപ്പോൾ ആ ഒരു കാട്ടിൽ നിന്നുള്ള ആ ഒരു വിഷ്വലൊക്കെ ആ സൂര്യൻ്റെ ആ ഒരു സൺസെറ്റ് ഇവിടെ നിന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇരുട്ടായി തിരിച്ചു വരുമ്പോഴാണ് ഒരു മലമ്പാമ്പ് ക്രോസ് ചെയ്യണ ഒരു രൂപത്തിൽ കണ്ടത് റോട്ടിൽ. അങ്ങനെ അതിൻ്റെ കുറച്ച് ഷോട്ട് വെച്ചപ്പോൾ ആശാൻ നേരെ ക്രോസ് ചെയ്യണതും കാത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിന്നപ്പോഴേക്കും ആ ഒരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രോസിങ് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ നേരെ ആൾ യൂട്ടൺ അടിച്ച് തിരിച്ചു പോകുന്നത് കണ്ടത്. അങ്ങനെ ആ ഒരു കാഴ്ചയും കൂടെ കാണാനിടയുണ്ടായി. ഇനി ഇവിടെ വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാടിൻ്റെ ഇതുപോലത്തെ ശബ്ദങ്ങളും ഈ കാണുന്ന വ്യൂ ഒക്കെ നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് കണ്ട് എഴുന്നേൽക്കാൻ ആഗ്രഹമുണ്ടോ? $4000 മുതൽ റൂംസ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ലബ്ധി റിസോർട്ടിൻ്റെ കുറച്ച് കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാടാണ് ചുറ്റും നമ്മളുടെ ഈ റിസോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാടിൻ്റെ ആ ഒരു ആംബിയൻസും ആ ഒരു വ്യൂ ഒക്കെ നമ്മളുടെ ഇതുപോലത്തെ ആ ബാൽക്കണിയിൽ നിന്ന് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നുള്ള പ്രത്യേകത. പുറകിലായിട്ട് നീലഗിരി ഹിൽസിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. കൂടാതെ നമുക്ക് സേഫായിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും കൂടെ നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് കിട്ടുന്നുണ്ട്. ഈ റിസോർട്ട് ശരിക്കും ബാച്ചിലേഴ്സിന് അലൗഡ് അല്ല. ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. കാരണം ഫാമിലി ആയിട്ട് വരുമ്പോൾ കുറച്ച് ഫെസിലിറ്റീസിൽ താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു റിസോർട്ട് ഒരു ഓപ്ഷനായിട്ട് വെക്കാവുന്നതാണ്. നല്ലൊരു ഫോറസ്റ്റ് ആംബിയൻസ്, നല്ലൊരു പീസ് ആൻഡ് കാം അറ്റ്മോസ്ഫിയർ, വേറെ തിരക്കുകളും ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയയിലായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കാടിനകത്ത് ഒരു സ്റ്റേക്കേഷൻ നമുക്ക് ഇവിടെ അനുഭവിക്കാൻ പറ്റും. ഇനി പിള്ളേരൊക്കെ ആയിട്ട് വരുന്നവർക്ക് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഫെസിലിറ്റി ആയാലും നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട്. രണ്ട് രീതിയിലുള്ള റൂം കാറ്റഗറിയാണ് ഉള്ളത്. ഒന്ന് ഡിലക്സ് റൂംസും പിന്നെ മറ്റേത് വുഡൻ ഹൗസും. അപ്പോൾ രണ്ട് റൂമിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ഇവിടുത്തെ ഡിലക്സ് റൂം. ഇത് $4000 ബുക്ക് ചെയ്യാൻ വരുന്ന ചാർജ്. ഇതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ഡീസൻറ്റ് റൂമാണ്. നല്ല രീതിക്കുള്ള നീറ്റ്നെസ് നമുക്ക് ഇവിടെ കിട്ടും. കൂടാതെ വാഷ്റൂം ആയാലും നല്ല നീറ്റാണ്. പക്ഷേ ഈ റൂമിന് ബാൽക്കണി ഉണ്ടാവില്ല. പകരം കോമൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന മറ്റൊരു സ്പോട്ടിന് തൊട്ട് പുറകെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാൽക്കണി ഇല്ലായ്മ നമുക്കിവിടെ ഒന്ന് ഫീൽ ചെയ്യില്ല. ആ കാടിൻ്റെ ഭംഗിയും കണ്ടുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇരിക്കാൻ പറ്റും. ഇതാണ് $5000 ബുക്ക് ചെയ്യാവുന്ന വുഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു കാറ്റഗറി. വുഡ് ഹൗസ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ റൂം നല്ല സ്പേഷ്യസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. മാത്രമല്ല വാഷ്റൂമിനോട് ചേർന്ന് തന്നെ ഇതുപോലത്തെ ഒരു സ്റ്റെപ്പ് നമുക്ക് കാണാൻ പറ്റും. ആ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അപ്പർ ബർത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ആ അപ്പർ ബർത്തിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ ആ കാടിനെ കുറച്ച് മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. വുഡ് ഹൗസിൽ ഇനി താഴെ സിറ്റ് ഔട്ട് ഉള്ളതുകൊണ്ട് തന്നെ താഴെ ഇരുന്നിട്ടും നമുക്ക് ആ ഒരു കാടിൻ്റെ വ്യൂ ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിതുപോലെ ഗ്രേ ലങ്കൂറിൻ്റെ കാഴ്ചകളൊക്കെ നമ്മളുടെ പ്രോപ്പർട്ടിക്ക് അകത്ത് ഇരുന്ന് തന്നെ കാണാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിക്ക് അകത്ത് വരുന്ന മൃഗങ്ങളാണ്. അതുപോലെ തന്നെ ചില സമയത്ത് മാനുകളെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഇവിടെ പറയാറുണ്ട്. പിന്നെ ആന ചിലപ്പോൾ വരാറുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് ഭാഗ്യം പോലെ ഇരിക്കും. എപ്പോഴും അത് ഉണ്ടാവണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ റിസോർട്ട് ബുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് താഴെ ഈ റിസോർട്ടിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിളിച്ച് ബുക്ക് ചെയ്യാം. സമയം രാവിലെ 6 മണിയായപ്പോൾ ഞങ്ങൾ നേരെ ഊട്ടി വഴി നമ്മൾ തിരിച്ച് എക്സിറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഊട്ടിയിലേക്ക് പോകുമ്പോൾ ആ ഒരു റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും വൈൽഡ് ആനിമൽസിനെ വീണ്ടും സ്പോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ റൂട്ടാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് ഊട്ടിയിലേക്ക് പോകുമ്പോൾ ആ റൂട്ട് എക്സ്പീരിയൻസ് എന്താണെന്ന് ചെറിയ രീതിക്ക് നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ ആ വഴി പോകുമ്പോഴാണ് ഒരു കൂട്ടം പന്നിക്കൂട്ടങ്ങൾ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ മണപ്പിച്ച് നടക്കുന്നത് കണ്ടത്. ശരിക്കും ഈ റൂട്ട് നമുക്ക് മസനഗുഡി വഴി ഊട്ടിയിലേക്കേ പോകാൻ പറ്റുള്ളൂ. ഊട്ടിയിൽ നിന്ന് മസനഗുഡിക്ക് വരണമെങ്കിൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ലൈസൻസ് ഉണ്ടാവണം, ഇല്ലാന്നുണ്ടെങ്കിൽ TN43 എന്ന് പറഞ്ഞ നമ്പർ പ്ലേറ്റുള്ള വണ്ടി ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ഈ അവിടെ നിന്ന്, അതായത് ഊട്ടി നിന്ന് മസനഗുഡിയിലേക്ക് കടത്തിവിടുള്ളൂ. അതിൻ്റെ കാരണം ഇവിടുത്തെ സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇറക്കം തന്നെയാണ്. അപ്പോൾ പല പല അപകടങ്ങൾ മുമ്പ് ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു റെസ്ട്രിക്ഷൻസ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മസനഗുഡി വഴി ഊട്ടി എന്നുള്ള എക്സ്പീരിയൻസ് നിസ്സാരമല്ല എന്ന് പറയാനുള്ള കാരണം ഇതാണ്. എത്ര കാര്യങ്ങളാണ് നമുക്കിതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത്. മസനഗുഡി വഴി വെറുതെ ഒരു ഡ്രൈവ് പോകുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് തന്നെ അടിപൊളിയാണ്. അത് രാവിലെയൊക്കെ എഴുന്നേറ്റ് ആ കാടിനുള്ളിൽ കൂടെ പോവുകയാണെങ്കിൽ കിട്ടുന്ന ഒരു വിഷ്വൽ എഫക്റ്റ് നിസ്സാരമല്ല.
ഇനി കൂടാതെ ആനിമൽ സൈറ്റിംഗ് ആണെങ്കിൽ അതിനെ തേടി പോവുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് മനസ്സ് നിറയ്ക്കുന്ന രീതിയിലുള്ളൊരു ആനിമൽ സൈറ്റിംഗ് ആണ് മസനഗുഡി ഫോറസ്റ്റ് നമുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മസനഗുഡി വഴി ഊട്ടിലേക്ക് പോകുമ്പോൾ ഈ മോയാറും ശിങ്കാരൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റേ കൊടുത്ത് അവിടുത്തെ ജീപ്പ് സഫാരിയൊക്കെ എടുത്ത് നമ്മൾ മൊത്തത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പാക്കേജ് ആയിരിക്കും മസനഗുഡി സമ്മാനിക്കുന്നത്.